പാലക്കാട് പറ്റിയ കഥകളൊക്കെയാണ് പറയാൻ പോകുന്നത്. പാലക്കാട് വെച്ചിട്ട് നമ്മുടെ കൽപ്പാത്തി തേരാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക്. കൽപ്പാത്തി തേര് കേട്ടോ. ആ കൽപ്പാത്തി തേരിനെ പറ്റി കാര്യങ്ങളൊക്കെ പറയാം. അവിടെ ഒരുപാട് ഒരു ഗ്രാമങ്ങളാണ്, നമ്പൂതിരികളാണ്. അവിടെ ഒരുപാട് കോലങ്ങളൊക്കെ വരച്ച് നമ്പൂതിരി ഗ്രാമമാണ്. നമ്മളവിടെ സിനിമയൊക്കെ ഷൂട്ടിങ്ങൊക്കെ എടുക്കാറുണ്ട്. കുറേ പുതുമുഖം എന്ന സിനിമയിലൊക്കെ പൃഥ്വിരാജൊക്കെ അവിടെ അഭിനയിച്ചിട്ടുണ്ട്. കൽപ്പാത്തി തേരിലെ പാട്ടൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം ഒരു അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു വർഷത്തിലുള്ള 3 തേരാണ് പറയുന്നത്. ഒന്നാം തേര്, 2-ാം തേര്, 3-ാം തേര് കേട്ടോ. അപ്പം അങ്ങനെ ആ തേരൊക്കെ കാണാൻ നല്ലൊരു അലങ്കാരം, നല്ലൊരു അടിപൊളി ഭംഗിയായിരിക്കും കേട്ടോ. അവിടെ കുറേ ജനങ്ങളൊക്കെ ഉണ്ടാവും. തേരിന് കാണാൻ വന്ന ഒത്തിരി ജനങ്ങളുണ്ടാവും. അവിടെ അലുവ, കരിമ്പ്, പൊരി, അങ്ങനെ പല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒത്തിരി സാധനങ്ങളൊക്കെ കാണാൻ നല്ലൊരു സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ പാലക്കാട് കൽപ്പാത്തി തേര് വെച്ച് നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാം. ആന നമുക്ക് തേരൊക്കെ തള്ളിക്കൊണ്ട് പോകുന്നതും അവിടെ ജനങ്ങൾ കൂടുതലുള്ളതും അവിടെയുള്ള പല കാര്യങ്ങളായിട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാം. അത് കാണാം കേട്ടോ. ഓക്കെ. ഒന്നാ അപ്പുറത്തെ സൈഡിലൂടെ പോയാൽ എല്ലാം കണ്ടില്ലേ? നമ്മൾ കാണാൻ നല്ല ഉഗ്ര അടിപൊളിയായിരുന്നു അല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള തേരൊക്കെ കണ്ടല്ലോ അല്ലേ?
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പാലക്കാട് കൽപ്പാത്തി തേര് നമ്മളതാണ് നമ്മുടെ ഗ്രാമത്തിലുള്ള തേരുകളൊക്കെ എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനിയും പല കാര്യങ്ങളായിട്ടുള്ള കൽപ്പാത്തി തേര് അടിപൊളി സൂപ്പർ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി തേര് വർഷത്തിൽ 3 ദിവസം കാണാം. അതിൽ 10 ദിവസം കടകൾ കാണാം. അതാണ് സൂപ്പറായിരുന്നു അല്ലേ കടകൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നുള്ളത് കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. അടിപൊളിയായിട്ട് പാലക്കാട് തേര് കാണാത്തവരൊക്കെ യൂട്യൂബ് ചാനൽ കണ്ടതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാം. ഓക്കെ, ബൈ.